ഈ വാർത്ത കണ്ടങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജൻസികളുടെ സമരം ഞാനായിരുന്നുവെങ്കിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടും, പിന്നെ വെടിവെച്ച് കൊല്ലും, ശവങ്ങൾ പൊറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ടി മോഹൻദാസ്, RSSന്റെ നേതാവ്, പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ഡിപ്രഷനാണ്. ഇവനൊക്കെ എന്താ വെച്ചാൽ സ്വന്തം തോക്ക് പൊന്താതെ ആവുമ്പോൾ ചില ഡിപ്രഷൻ വരും. ഇവന്റെ മനസ്സിൽ അത്യാവശ്യം തിരക്കടില്ലാതെ വർഗീയത കൂടി ഉണ്ടായതുകൊണ്ട് ആ നിലക്ക് വേറൊരു തരത്തിലാണ് ഇവന്റെയൊക്കെ ഡിപ്രഷൻ വരിക. പണ്ട് SA ജമീൽ ഒരു പാട്ട് എഴുതി, ഉണ്ട തീർന്ന പഴയ നാടൻ തോക്കാണ് ഞാനും, ഇനി എന്റെ തോക്ക് പൊട്ടുകയില്ലെങ്കിലും ഉണ്ടെനിക്കൊരു ചെറു പെൺപുള്ളിമാനെ വേട്ടയാടി കൂട്ടിലിടാൻ പൂതിയെന്നും ഇപ്പോഴും. അതിൽ ചില ഡിപ്രഷൻ ഉണ്ട്. അതായത് ഉണ്ട തീർന്ന പഴയ നാടൻ തോക്കാണ് ഞാനും, പക്ഷെ എൻ്റെ മനസ്സിൽ കുറേ ആഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ തോക്ക്, ഇവന്റെ സ്വന്തം തോക്ക് പൊന്തൂലെങ്കിലും ഇവന് ഈ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുന്ന ആളുകളെയൊക്കെ നോക്കിയിട്ട് ഇവന്റെ മനസ്സിൽ തോക്കെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ആ ഡിപ്രഷനിൽ കൂടെ വർഗീയതയും കൂടി കൂട്ടി കഴിച്ചങ്ങാണ്ട് ഇവൻ ഇത്തരത്തിലുള്ള ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ള പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിൽ സമരത്തിന് വല്ല പഞ്ഞുണ്ടോ? ശമ്പളം കൊടുത്തിട്ടില്ലെങ്കിൽ സമരം, അതേപോലെ തന്നെ അഴിമതി നടന്നാൽ സമരം, സർക്കാരിനെതിരെ സമരം, റോഡിൽ കുണ്ടും കുഴിയുണ്ടായ സമരം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സമരമുണ്ട്. അങ്ങനെ സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കാൻ തുടങ്ങിയാൽ ഇപ്പൊ ഈ പറയുന്ന മൂപ്പരെ തോക്കും തെരയും കൂടി ഉണ്ടാവില്ല, തോക്കും മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇതിലേറ്റവും രസമുള്ള കാര്യം എന്താന്ന് നിങ്ങൾക്കറിയോ? അതായത് മൂപ്പര് വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, ഇതൊരു പാക്കേജ് മാതിരിയാണ് മൂപ്പര് പറഞ്ഞത്. വെടിവെച്ച് കൊന്നിട്ട് ആ ശവങ്ങൾ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കുന്നതാണ്. അതായത് പാവം ഡോക്ടർമാർ ഇങ്ങനെ കുത്തിരിക്കുക. അപ്പൊ മൂപ്പര് ഒരു വണ്ടി ശവമായിട്ട് ഇങ്ങനെ ചെന്ന്, അപ്പൊ ഡോക്ടർമാരിങ്ങനെ ചോദിക്കും, ഇതെന്താ ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത്? ഇത് പാക്കേജ് മാതിരിയാണല്ലോ. അപ്പൊ ഇതിങ്ങനെ വെടിവെച്ച് കൊന്ന കുറെ ശവങ്ങളാണ്. അപ്പോ എന്ത് ചെയ്യുക, ഇതൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് തരുമോ എന്ന് മൂപ്പര് ചോദിക്കും. അപ്പൊ മൂപ്പർക്ക് അതിനനുസരിച്ച് ഇവര് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പൊ മൂപ്പര് ഉദ്ദേശിച്ച സംഗതി. അതാണ് സത്യത്തിൽ ഇത്തരം ചിന്തകൾ വരുന്നതെന്ന് അറിയോ? അതായത് ചില കോമാളി സെൻസ് ഉണ്ടല്ലോ, വർഗീയതയും കൂടി കൂടിയ കോമാളി സെൻസിൽ നിന്ന് വരുന്ന ഇത്തരം പരാമർശങ്ങളും ചിന്തകളുമാണിത്. അതായത് തങ്ങൾക്ക് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും കേൾക്കാൻ വയ്യാതെ ആകുമ്പോൾ അതിലുള്ള ഡിപ്രഷനിൽ ഇവരൊരു ഏകാധിപത്യ മൈൻഡിലേക്ക് വരികയാണ്. അപ്പൊ ആക്ഷൻ ഹീറോ ആണ് എന്നുള്ള ഒരു മനോഭാവത്തിലേക്കൊക്കെ വരും. ഇപ്പൊ സിനിമയിലൊക്കെ വില്ലന്മാര് തോക്കെടുക്കുകയാണെങ്കിൽ തന്നെ ഓലൊരു 4 വട്ടം ആലോചിക്കും. പക്ഷെ മോഹൻദാസിന്റെ കാര്യത്തിൽ അതൊന്നുമില്ല, ആലോചന ഒന്നുമില്ല. അതിങ്ങനെ ചാനൽ ചർച്ചയിൽ നിന്നിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പൂസുക. അതാ മറ്റേ ഡിപ്രഷന്റെ ഭാഗമാണ് ഞാൻ ആദ്യം പറഞ്ഞേ. അപ്പൊ ഇത്തരം മനോഭാവങ്ങളോട്, ഇവനെപ്പോലെയുള്ള ഇത്തരം മനോഭാവങ്ങളോട് പറയാനുള്ളത്, ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ പല സമരങ്ങളും നടക്കും. ഇവിടെ ഭരണകൂടത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ പേരിൽ ഒരു ഉണ്ട പോലും ഒരാളുടെ നെഞ്ഞത്തേക്ക് കയറിയാൽ, ശരീരത്തിലേക്ക് കയറിയാൽ ഈ രാജ്യത്തിന്റെ ചരിത്രങ്ങൾ ആവർത്തിക്കും. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അപ്പോ അതൊക്കെ ഈ സമരമൊക്കെ കണ്ടുങ്ങാണ്ട് വെടിവെക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന്റെ മുമ്പ്, ആ തോക്കിന് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തം ബുദ്ധി ഒന്ന് പരിശോധിച്ച് നോക്കുക. മാനസികാരോഗ്യ കേന്ദ്രത്തിക്ക് വിട്ടോണ്ടി. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത്തരം വെപ്പുകാരെയൊക്കെ നമ്മൾ കണ്ടുങ്ങാണ്ട് ഭയപ്പെടണ്ട. നമ്മൾ നല്ലോണം നീട്ടിയാണ് ചിരിച്ച. ഓക്കെ. മാത്രമല്ല ഇവരെ പോലെയുള്ള മനോഭാവങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യാം. എനിക്ക് ഇത് ഒരു പ്രത്യേക ഡിപ്രഷനാണ്. വർഗീയതയും പിന്നെ നേരത്തെ ഈ പറഞ്ഞതുപോലെ അവർക്ക് പല ഡിപ്രഷനും ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ ഇവരെ പോലെയുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അവർക്കൊക്കെ ഏത് ഭരണകൂടം വന്നാലും അവർക്കൊക്കെ പ്രത്യേകമായൊരു പ്രിവിലേജും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുന്ന ആളുകളൊക്കെ
നോക്കൂ, ഈ രീതിയിലൊക്കെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാൽ ശരിക്കത് ഭരണഘടന വിരുദ്ധമാണ് ശരിക്ക്. ഏതായാലും സമരം ചെയ്യുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെയും പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളെയൊക്കെ തോക്കുകൊണ്ട് നേരിടുമെന്ന് പറഞ്ഞാൽ മോഹൻദാസേ, എനിക്കൊരു കാര്യം അറിയോ, ഇത് ഇന്ത്യ രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഡൽഹിയിലൊക്കെ കണ്ടല്ലോ, അന്ത്യയിലും വലിയ കൊമ്പന്മാര് രാജിവെച്ച് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് ഈ രാജ്യത്ത് നടന്നതാണ്. അപ്പോ എൻ്റെ തോക്കൊക്കെ ഇപ്പൊ കടക്കണോടത്ത് കടന്നോട്ടെ. എനിക്ക് പറ്റുന്നുണ്ടെങ്കിലൊക്കെ കൈയാണെന്നുണ്ടെങ്കിൽ തോക്കൊക്കെ എടുത്തോ. തോക്ക് എടുക്കാൻ പറ്റുന്നവരോട് ഏത് മറ്റേ തോക്ക്, മനസ്സിലായില്ലേ? അത് സൂചിപ്പിച്ച് നിർത്തുന്നു. ഓക്കെ.